കണ്ട കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? നമുക്കൊന്ന് കുറച്ച് ജാമ്പയ്ക്ക അച്ചാറിടാം. ഇതൊരു 1/2 കിലോ ജാമ്പയ്ക്ക ഉണ്ട്. അച്ചാറിടാൻ വേണ്ടിയിട്ട് ആദ്യം ഇച്ചിരി മുളകും ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇവിടെ നമുക്ക് ഈ ജാമ്പയ്ക്കയിൽ പുരട്ടി വയ്ക്കാം. അച്ചാറിടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി കടുക് വറുക്കാം. കുരുമുളക്, കുറച്ച് കടുവും ഉലുവയും വേണം. രണ്ടും കൂടെ ഇട്ട് കടുക് വറുക്കണം അച്ചാറിനായതുകൊണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും കുറച്ച് ഇഞ്ചിയും ഇവിടെ അരിഞ്ഞ് സാധാരണ നോർമലി അരിഞ്ഞെടുത്ത്, ഒരുപാട് ചെറുതാക്കിയൊന്നും വേണ്ട, അരിഞ്ഞെടുത്ത് അത് വഴറ്റി ഇത്തിരി പച്ചമുളകും കൂടെ ഇട്ട് ഒരു ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഈ സിമ്മിലിടണം. കായവും കൂടെ ഇട്ട് പൊടി ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കായത്തിൻ്റെ കട്ടയാണ്. ഒരു ദിവസം ഇരുന്ന് ഇത് ശരിക്ക് ഈ ജാമ്പയ്ക്കയിൽ പിടിക്കുമ്പോഴത്തേക്ക് കായം അലിഞ്ഞു വന്നോളും. പൊടി ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പൊടിയും നല്ലതാണ്. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ജാമ്പയ്ക്ക തട്ടി ചെയ്തെടുക്കാം. തീ വേണ്ട, ഇനി ചെറുതായിട്ടൊന്ന് കത്തിച്ച് അങ്ങ് ഓഫ് ചെയ്യാം. തീയിനി വേണ്ട. ഇത് ചൂടിൽ തന്നെ ഇരുന്ന് ഇത് നല്ല പാകപ്പെടുന്നതാണ് നല്ലത്. ഇതിനെ ഒന്ന് തണുത്തിട്ട് നനവില്ലാത്തൊരു കുപ്പിയിൽ കോരി വെച്ചാൽ ഒരു ദിവസം കഴിയുമ്പോൾ ഇത് കായമൊക്കെ ഒന്ന് അലിഞ്ഞ് ഇത് നല്ല പോലെ സെറ്റാവും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉറക്കം ഉണ്ണാൽ ഇത് തന്നെ മതി.